അപ്പോൾ മക്കൾസേ നമ്മൾ കുറച്ച് ദിവസമായില്ലേ വോയിസ് ഓവറൊക്കെ കൊടുത്തൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും നെയ്ച്ചോർക്കൊക്കെ പറ്റിയ കിടിലനൊരു ചിക്കൻ ഫ്രൈ റോസ്റ്റ് എന്ന് പറയാം കേട്ടോ. കാരണം ഇത് നമുക്ക് റോസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ആക്കാം, ഫ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. രണ്ടായാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ചിക്കനിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ ഒരു ഹാഫ് ലെമണും കൂടെ ഒന്ന് അതിലോട്ട് ചേർത്തിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അത് ടേസ്റ്റ് കൂട്ടും. ഇനി വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ യൂസ് ആക്കാം കേട്ടോ. പിന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഇട്ടാൽ കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. അതിലോട്ട് ഉപ്പിട്ടിട്ട് നമുക്ക് അത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലോണം വഴണ്ട് വന്നതിന് ശേഷം മാത്രം അതിലോട്ട് മസാലപ്പൊടികൾ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് ചേർത്ത് കൊടുക്കുക. ഞാൻ വേറെ മസാലകളൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. ഇതന്നെ ഇട്ടാൽ ഞാൻ ഉപയോഗിക്കണുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ നമുക്കത് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് പച്ചമണം മാറിപ്പോയി നല്ലോണം ഒന്ന് വഴണ്ട് വരണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതിലോട്ട് ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2 തക്കാളി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടെ നല്ലോണം ഒന്ന് ആയി വരണ വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണേ. അതൊന്ന് നല്ലോണം ഒന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ സമയമില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചിക്കനൊന്ന് വെന്ത് വരുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് ഓപ്പൺ ആക്കിയിടണം കേട്ടോ, അടച്ച് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ അതിലോട്ട് മല്ലിയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറച്ചൊന്ന് അതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തുറന്ന് വെച്ചിട്ട് വെന്ത് വന്നതിന് ശേഷം മാത്രം തുറന്ന് വെക്കുക. തുറന്ന് വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലും കൂടുതൽ നമുക്ക് ഫ്രൈ രൂപത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ഇത്രയും തന്നെ ആക്കണുള്ളൂ. ഇനി ഇതിനും വറ്റിക്കണി കേട്ടോ. ഞാൻ നെയ്ച്ചോർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചൊരു ഗ്രേവി പോലെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് ആഡാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്